നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, വളരെ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. നമുക്ക് ഓരോ സെറ്റിങ്സുകളും വ്യത്യസ്ത വീഡിയോകളായിട്ട് ചെയ്യാം. ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചില സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ ഏതാണ് ആ ഫീച്ചർ എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിനുവേണ്ടി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവർക്ക് കൂടി വീഡിയോ ഉപകാരപ്പെടട്ടെ. ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു. ഗൂഗിൾ മാപ്പിനകത്ത് നമ്മുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഈ റൗണ്ട് ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. റൗണ്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്താ നമ്മുടെ കറക്റ്റ് പോയിന്റ് എവിടെയാണ് അവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഉള്ളത് ഈ ബ്ലൂ ബട്ടണിലാണ്. ഇവിടെ ഈ ബ്ലൂ ബട്ടൺ കാണുന്നിടത്താണ് ഞാനുള്ളത്. ഞാൻ അവിടെ വെച്ച് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. എൻ്റെ വിരൽ ഉപയോഗിച്ച് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അവിടെ ഒരു ഐക്കൺ, ഒരു ലൊക്കേഷൻ ഐക്കൺ വന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ നിന്ന് മുകളിലോട്ട് ഒന്ന് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാം മീഷർ ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് എന്ന് നമുക്ക് മാർക്ക് ചെയ്ത് ഗൂഗിൾ മാപ്പിലൂടെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാനിവിടെ എൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്തു. മാത്രമല്ല നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മൾ അവിടെ സെലക്ട് ചെയ്തു. ഇതിന് ശേഷം നേരെ എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് ഇന്ത്യയിലോട്ടാണ് പോകേണ്ടതെങ്കിൽ ഞാൻ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിത് സൂം ചെയ്തു. ഏകദേശം കോഴിക്കോട് സെലക്ട് ചെയ്തു. ഇവിടെ കോഴിക്കോട് കാണാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കോഴിക്കോട് സ്ഥലം ഞാൻ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഞാൻ കോഴിക്കോട് സ്ഥലം വെച്ചപ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും 2696 കിലോമീറ്റർ യാത്ര ചെയ്യാറുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു ദൂരം നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കിട്ടും. നമുക്ക് അതിനകത്തേക്കുള്ള നമ്മുടെ സ്ഥലത്തേക്കുള്ള ദൂരം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. 2696 കിലോമീറ്റർ പരിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ സ്ഥലവും ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് പരിധിയിൽ എവിടെയെങ്കിലും നമുക്ക് ഏത് ഭാഗത്തേക്കാണ്, ഇപ്പോൾ ഒരു റൗണ്ടാണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതെങ്കിൽ എവിടെയാണോ ആദ്യം എത്തേണ്ടത് ആ ഭാഗം ഇതുപോലെ ക്ലിക്ക് ചെയ്യാൻ ശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ഭാഗം എങ്ങോട്ടാണ് വേണ്ടത് അവിടെ വെച്ച് വീണ്ടും പ്ലസ് ബട്ടൺ, ഇവിടെ താഴെ കാണുന്ന ഭാഗത്തിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് എങ്ങോട്ടാണോ പോകേണ്ടത് അവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനെ നമുക്കിതാ ഒരു സ്ക്വയർ രൂപത്തിലൊക്കെ യാത്ര കൃത്യമായിട്ട് പോയി തിരിച്ചു വരാനുള്ള ഒരു എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നുള്ളതിൽ കൃത്യമായ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. അവിടെ കാണാൻ നിങ്ങൾക്ക് 7024 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ദൂരത്ത് ആയതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഒരു സ്കെയിൽ കിലോമീറ്റർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.